അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം മോഹൻലാലിന്റെ ലോകം അമ്മ ശാന്തകുമാരിയായിരുന്നു. ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനെയായിരുന്നു. 2000-ലാണ് പ്യാരിലാൽ അന്തരിച്ചത്. അന്ന് 40 വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രായം. 7 വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ വിശ്വനാഥൻ നായരും നഷ്ടപ്പെട്ടു. 80-ാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കുന്നത്. പിന്നീട് അമ്മയ്ക്ക് ലാലും ലാലിന് അമ്മയും എന്ന രീതിയിലായിരുന്നു ഇരുവരും ജീവിച്ചത്. മോഹൻലാലിന് എവിടെ നിന്നാണ് ഇത്ര കുസൃതിയും ചുറുചുറുക്കും വിനയവും കിട്ടിയതെന്ന സംശയം എല്ലാവർക്കുമുണ്ട്. അതിന് വേറെ ഉത്തരങ്ങൾ ഒന്നുമില്ല. അമ്മ ശാന്തകുമാരി തന്നെയാണ് ഉറവിടം. ഒരു വട്ടമെങ്കിലും ശാന്തകുമാരിയമ്മയെ പരിചയപ്പെട്ടവർ ഒരിക്കലും ആ മുഖം മറക്കുകയില്ല. ആര് വീട്ടിലേക്ക് വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ച് ഇരുത്തി ഊട്ടുന്ന പ്രകൃതക്കാരി. മകന്റെ വിശേഷങ്ങൾ അടക്കം വാതോരാതെ പങ്കുവയ്ക്കും. എപ്പോഴും എനർജറ്റിക്കായ അമ്മ. ലാളിത്യം നിറഞ്ഞ വസ്ത്രധാരണവും എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുവന്ന വട്ടപ്പൊട്ടുമായിരുന്നു ശാന്തകുമാരി അമ്മയുടെ അടയാളം. അമ്മയ്ക്ക് മുമ്പിൽ ലാലേട്ടന്റെ എനർജിയൊക്കെ ഒന്നുമല്ലെന്നാണ് കുടുംബത്തോട് അടുത്തിടപഴകിയിട്ടുള്ളവർ പറയാറുള്ളത്. 70കളിലേക്ക് കടന്ന ശേഷമാണ് ശാന്തകുമാരിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയത്. പക്ഷാഘാതം വന്ന ശേഷമാണ് ശാന്തകുമാരി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങിയത്. അമ്മയുടെ പ്രായത്തിലുള്ള മറ്റ് അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ താൻ ഓർക്കാറുള്ളത് അമ്മയുടെ അവസ്ഥയാണെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ കിടപ്പിലായിരുന്നുവെങ്കിലും സംസാരിക്കുമായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയതോടെ സംസാരിക്കാതെയായി. എന്നിരുന്നാലും അമ്മയിൽ നിന്നും മറുപടി വന്നില്ലെങ്കിലും തന്റെ എല്ലാ വിശേഷങ്ങളും നടൻ അമ്മയെ അറിയിക്കുമായിരുന്നു. ജീവിതത്തിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും ആ സന്തോഷം ആദ്യം പങ്കിടുന്നതും അമ്മയോടാണ്. അമ്മയുടെ ആരോഗ്യനില വഷളാകുമ്പോൾ താൻ ഒരു ധൈര്യത്തിന് എന്നോണം ആദ്യം സമീപിക്കാറുള്ളത് മാതാ അമൃതാനന്ദമയ്യെയാണെന്നാണ് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എത്ര തിരക്കിനിടയിലാണെങ്കിലും അമ്മയുടെ ഒരു കാര്യങ്ങൾക്കും മോഹൻലാൽ മുടക്ക് വരുത്തിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ പരിപാലിക്കും പോലെയാണ് അമ്മയെ മോഹൻലാലും കുടുംബവും ശുശ്രൂഷിച്ചിരുന്നത്. അമ്മയിൽ നിന്ന് തന്നെയാകണം ആ ഗുണം ലാലിന് കിട്ടിയത്. കാരണം മറവി രോഗം ബാധിച്ച അച്ഛന്റെ അവസാന കാലത്ത് അമ്മ എങ്ങനെയാണ് അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നതെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. മറവി രോഗത്തിന്റെ പിടിയിലായ അച്ഛന്റെ അവസാന കാലത്ത് അമ്മ നൽകിയ കരുതലും സ്നേഹവും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മറവി രോഗ ബാധിതരായവരെ കുടുംബാഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കുമൊന്നും കൊണ്ടുപോവാറില്ല. എന്നാൽ അമ്മ അച്ഛനെ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ചില നേരങ്ങളിൽ കുഞ്ഞിനെ പോലെയാണ് അമ്മ അച്ഛനെ പരിചരിച്ചത്. ഒരിക്കൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എത്രയോ തവണ അമ്മ ക്ഷമയോടെ അച്ഛനു വേണ്ടി ആവർത്തിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് അച്ഛന് എന്നെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ഒരിക്കൽ ഇരുവരും ഒരുമിച്ച് എന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. അമ്മയുടെ കൈപിടിച്ച് അമ്മ നൽകുന്ന വിശദീകരണങ്ങൾ ചെറിയ കുഞ്ഞിനെ പോലെ കേട്ടിരുന്ന അച്ഛനെ കണ്ട് എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അൽഷിമേഴ്സ് ബാധിതനായ ഒരാളെ നോക്കേണ്ടതെന്ന് അമ്മയോട് ഒരു ഡോക്ടറും പറഞ്ഞുകൊടുത്തിരുന്നില്ല. ഒന്നും ആരും പറഞ്ഞുകൊടുക്കാതെ തന്നെ അമ്മ ചെയ്തു. അച്ഛന് കുഞ്ഞിന് നൽകുന്നത് പോലെയുള്ള സ്നേഹവും കരുതലും നൽകിയെന്നാണ് അമ്മയെക്കുറിച്ച് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞത്. അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ടാകും എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ മഹാനടന് കഴിയുന്നത്.